പ്രമുഖ മലയാള നടിക്കെതിരെ വിമർശനമുന്നയിച്ച വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് സ്വാഗതഗാനമൊരുക്കാൻ പ്രമുഖ നടി 5 ലക്ഷം രൂപ ആവശ്യപ്പെട്ടു എന്നാണ് മന്ത്രി പറയുന്നത്. കലോത്സവത്തിലൂടെ വന്ന നടിക്ക് അഹങ്കാരമെന്നും പണത്തിനോട് ആർത്തിയെന്നുമായിരുന്നു മന്ത്രിയുടെ വിമർശനം. വിഷയം ചർച്ചയായതോടെ പ്രസ്താവന പിൻവലിച്ച മണിക്കൂറുകൾക്കകം വിശദീകരണവുമായി മന്ത്രി രംഗത്തെത്തി. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് കട്ടനുയരും മുമ്പേ തലപൊക്കി വിവാദം. സ്കൂൾ കലോത്സവത്തിന്റെ ഉദ്ഘാടന വേദിയിൽ അവതരിപ്പിക്കാനുള്ള നൃത്തം ചിട്ടപ്പെടുത്താൻ കലോത്സവത്തിലൂടെ മലയാള സിനിമയിലെത്തിയ പ്രമുഖ നടിയോട് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ പ്രതിഫലമായി നടി 5 ലക്ഷം രൂപ ചോദിച്ചു. 10 മിനിറ്റ് വരുന്ന സ്വാഗതഗാനം കുട്ടികളെ പഠിപ്പിക്കാനാണ് നടി പണം ആവശ്യപ്പെട്ടതെന്നും നടിക്ക് അഹങ്കാരവും പണത്തിനോട് ആർത്തിയുമാണെന്നുമായിരുന്നു മന്ത്രിയുടെ വിമർശന വാക്കുകൾ. ഇപ്രാവശ്യം ഒരു അവതരണഗാനം ചെയ്തതിനു വേണ്ടി യുവജനോത്സവം വഴി വളർന്നു വന്ന ഒരു പ്രശസ്ത സിനിമാ നടി നമ്മുടെ കുട്ടികളെ ഒരു 10 മിനിറ്റ് ഡാൻസ് പഠിപ്പിച്ച് ആ പാട്ട് പഠിപ്പിച്ച് അവതരിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പ്രോഗ്രാമുകൾ ചെയ്യണമെന്ന് പറഞ്ഞു. ചെയ്യാമെന്ന് സമ്മതിക്കുകയും ചെയ്തു. നിങ്ങൾ മനസ്സിലാക്കണം എത്ര അഹങ്കാരികളായി അവർ മാറുന്നു എന്നുള്ളത്. 5 ലക്ഷം രൂപയാണ് ചോദിച്ചത്. എത്ര അഹങ്കാരം, പണത്തോടുള്ള ആർത്തി ഇവർക്ക് തീർന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. നടൻ സുധീർ കരമനെ വേദിയിലിരുത്തിയായിരുന്നു മന്ത്രിയുടെ പ്രസംഗം. വിഷയം ചർച്ചയായതോടെ മണിക്കൂറുകൾക്കകം വിവാദ പ്രസ്താവന പിൻവലിച്ചു മന്ത്രിയുടെ യു-ടേൺ. ഈ സ്കൂൾ കലോത്സവം തുടങ്ങുന്നതിന് മുമ്പ് ആവശ്യമില്ലാത്ത ഈ വിവാദങ്ങളും ചർച്ചയും ചുമ്മാ കുട്ടികളെ നിരാശപ്പെടുന്ന രൂപത്തിലുള്ള ചർച്ചയൊന്നും വേണ്ട, അതൊന്ന് അവസാനിപ്പിക്കേണ്ടതായിട്ടുണ്ട്. ഞാൻ അതുകൊണ്ട് വെഞ്ഞാറമൂടിൽ ഞാൻ നടത്തിയ ഈ പ്രസ്താവന ഞാനങ്ങ് പിൻവലിക്കുകയാണ്. അതേസമയം നടി പണം ആവശ്യപ്പെട്ട സംഭവത്തിൽ കലാരംഗത്ത് നിന്നടക്കം സമ്മിശ്ര പ്രതികരണമാണ് ഉയരുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം.